ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻവെർട്ടറിന്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻവെർട്ടറിന് കണക്ഷൻ കൊടുക്കേണ്ട ഇതേപോലത്തെ ഒരു പ്ലഗ്ഗാണ് നിങ്ങൾ കാണാം. അതിൽ ഇതേപോലത്തെ ടോപ്പ് 3 ടോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ന്യൂട്രലും ഫേസ് ഇൻപുട്ടും ഫേസ് ഔട്ട്പുട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. കൂടുതൽ ഇലക്ട്രീഷ്യന്മാരും ഈ പിൻ ന്യൂട്രലാക്കി വെക്കുകയും ഇത് ഫേസ് ഇന്നും ഇത് ഫേസ് ഔട്ടായിട്ടാണ് വെക്കുക. ചില ആൾക്കാർ ഇത് ഫേസ് ഔട്ടും ഇത് ഫേസ് ഇന്നും ഇത് ന്യൂട്രലുമായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ന്യൂട്രൽ ഏതാ, ഫേസ് ഏതാ, ഫേസ് ഇൻ ഏതാ, ഫേസ് ഔട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ കുത്തിയിരിക്കുന്ന 3 പിൻ ടോപ്പ് അഴിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതിലും ഇതും ലിങ്ക് ചെയ്ത് വെച്ചാണെങ്കിൽ ഇത് ന്യൂട്രലും ഇതിലേതെങ്കിലും ഒന്ന് ഫേസ് ഇന്നും ഫേസ് ഔട്ടായിരിക്കും. അപ്പോൾ ഇതുമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ന്യൂട്രലും ഇതിലേതെങ്കിലും ഒന്ന് ഫേസ് ഇന്നും ഔട്ടായിരിക്കും. ഇത് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുമാണ് കൊടുത്തതെങ്കിൽ ഇത് ന്യൂട്രലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിലേതിലാണോ സപ്ലൈ ഉള്ളതാണ് ഫേസ് ഇൻ. അതായത് ഇതും കൊടുത്തതാണെങ്കിൽ ഇതിലാണ് സപ്ലൈ വരുന്നതെങ്കിൽ ഇതായിരിക്കും ഫേസ് ഇൻ. പക്ഷേ ഇത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും സപ്ലൈ ഉണ്ടാവും. ഇന്ന് വന്ന് ഔട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഒന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്ലഗ് അഴിച്ചിട്ട് കാണിച്ചു തരുന്നത്. ഞാനിപ്പം കൊടുക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ ഇതും ഫേസ് ഇൻപുട്ട് ഇതും ഫേസ് ഔട്ട് ഇതുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക.